ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജി ആർ അനിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ വിജയം. മൂന്നാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 233 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. 2026 സോമനാഥ് ക്ഷേത്രത്തിൽ ആക്രമണം നടന്നിട്ട് 1000 വർഷം തികയുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സോമനാഥ് സ്വാഭിമാൻ പർവ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ മുതൽ ഞായറാഴ്ച വരെയാണ് സോമനാഥ് സ്വാഭിമാൻ പർവ് ആചരിക്കുന്നത്. വെനസ്വേലയിലെ സമീപകാല സംഭവ വികാസങ്ങളിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്നും രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കാൻ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ലക്സംബർഗിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. We are concerned at the developments, but we would really urge all the parties involved to now sit down and come to a position which is in the interest of the well-being, the safety of the people of Venezuela, because at the end of the day, that is our concern. രാഷ്ട്രീയ, വ്യാവസായിക, സാങ്കേതിക മേഖലകളിൽ ലക്സംബർഗുമായുള്ള ഇന്ത്യയുടെ പങ്കാളിത്തം ഗണ്യമായി വർദ്ധിച്ചതായും വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭീകരതയെ പിന്തുണയ്ക്കുന്നതിനായി പരിശീലന ക്യാമ്പുകൾ നടത്തുന്ന പാകിസ്ഥാനെ ശ്രീ ജയശങ്കർ വിമർശിച്ചു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 7.4% വളർച്ച കൈവരിക്കുമെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 6.5% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം യഥാർത്ഥ GDP 201 ലക്ഷം കോടി രൂപയിൽ കൂടുതലാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സേവന മേഖലയിലുണ്ടായ വളർച്ചയാണ് പ്രധാന ഘടകമായി വർദ്ധിച്ചതെന്നാണ് സ്ഥിതിവിവര കണക്ക് നിർവഹണ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ പാസഞ്ചർ അന്തർവാഹിനി വിനോദസഞ്ചാര പദ്ധതി മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലെ കൊങ്കൺ തീരത്ത് ആരംഭിക്കും. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് വികസിപ്പിക്കുന്ന ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 24 സീറ്റർ അന്തർവാഹിനി പദ്ധതിയുടെ ഭാഗമാകും. 2018-19 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി 2024 കേന്ദ്ര സർക്കാരിന്റെ ഐക്കോണിക് ടൂറിസ്റ്റ് സെന്ററുകളുടെ വികസന പദ്ധതിക്ക് കീഴിൽ ഫണ്ട് ലഭ്യമായതോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 2023 മുതൽ പ്രകൃതി ദുരന്തത്തിൽ വീടുകൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ നാശനഷ്ടം സംഭവിച്ച 143 ദുരന്ത ബാധിതർക്കായി 58,45,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് 2025 മെയ് 18-നും 31-നും ഇടയിൽ നഷ്ടപ്പെട്ട 14 തൊഴിൽ ദിവസങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും തീരുമാനമായി. 1,72,000-ത്തിലധികം മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ കുടുംബങ്ങൾക്കും വിതരണം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 48 കോടി രൂപ അനുവദിക്കും. സപ്ലൈകോ വഴി സംഭരിക്കുന്ന നെല്ലിന്റെ സംഭരണ വില കിലോഗ്രാമിന് 30 രൂപയായി ഉയർത്തിയ ഉത്തരവിന് 2025 ഒക്ടോബർ 20 മുതൽ മുൻകാല പ്രാബല്യം നൽകാനും അനുമതിയായി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു പ്രത്യേക നിക്ഷേപക പ്ലാറ്റ്ഫോമിന്റെ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇത്തരം വീഡിയോകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് സമയബന്ധിതമായ പദ്ധതി വികസനം ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നേരിട്ട് നേതൃത്വം നൽകുന്ന പ്രഗതി സംരംഭത്തിന്റെ 50ാമത് യോഗം വിജയകരമായി സംഘടിപ്പിച്ചു. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഗതിക്ക് തുടക്കം കുറിച്ചത്. അരുണാചൽ പ്രദേശിലെ കമേക് ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ചാണ് പ്രകൃതിയുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പരയിൽ ഇന്ന്. 150 മെഗാവാട്ട് വീതമുള്ള 4 യൂണിറ്റ് പദ്ധതിയാണ് ഇതിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. വടക്കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ് കമേക്. സാമൂഹിക നവീകരണത്തിൽ പുസ്തകോത്സവങ്ങൾക്കും വായനയ്ക്കും നിർണായക പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 4ാം പതിപ്പ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത സാഹിത്യകാരൻ NS മാധവന് നിയമസഭാ പുരസ്കാരം മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. ഈ മാസം 13 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ 180-ലേറെ പ്രസാധകർ പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശാസ്ത്രത്തിന്റെ ഭാഗമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 32ാമത് സ്വദേശി ശാസ്ത്ര കോൺഗ്രസിന് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായ ജീവിതരീതി അനിവാര്യതയാണെന്നും സ്വന്തം ദേശത്തിന്റെ ജീവിതരീതികൾ പിന്തുടരണമെന്നും ഗവർണർ പറഞ്ഞു. Our lifestyle has to be a scientific lifestyle. Scientific lifestyle is very much necessary. Science is part of our life. Vigyan or lifestyle cannot be separated. It is not separatable. This is what has been taught to us for all these ages, all these years. This is what we have been taught. ഈ മാസം 9 വരെയാണ് സ്വദേശി ശാസ്ത്ര കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി GR അനിൽ. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കാൻ പൊതുവിതരണ സംവിധാനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 7000 കുടുംബങ്ങൾക്കുള്ള അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം ന്യൂഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷനുമായി സഹകരിച്ച് കൊച്ചിയിൽ ദ്വിദിന ദക്ഷിണ മേഖല പ്രാദേശിക കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റേഡിയോയുടെ 20 വർഷം ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം. ഉദ്ഘാടന സെഷനിൽ സംസാരിച്ച AIMC വൈസ് ചാൻസലർ ഡോക്ടർ പ്രഗ്യ പലിവാൾക്കർ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകൾ വിശ്വസനീയമായ മാധ്യമങ്ങളാണെന്ന് പറഞ്ഞു. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന മാധ്യമ ശില്പശാല നാളെ മലപ്പുറം നിലമ്പൂരിൽ നടക്കും. ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി അധ്യക്ഷ പ്രസംഗം നടത്തും. SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. കരട് വോട്ടർ പട്ടികയിലെ ഹിയറിംഗ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ U കേൽക്കർ അറിയിച്ചു. അർഹരായ മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ വിജയം. 3ാം മത്സരത്തിൽ ഇന്ത്യ 233 റണ്ണിന്റെ വിജയമാണ് നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 393 റൺ നേടി. മറുപടി ബാറ്റിംഗിൽ 35 ഓവറിൽ 160 റൺ എടുക്കുന്നതിനിടെ ദക്ഷിണാഫ്രിക്കയുടെ എല്ലാവരും പുറത്തായി. ഇന്ത്യയ്ക്കായി ആരോൺ ജോർജും വൈഭവ് സൂര്യവംശിയും സെഞ്ചുറി നേടി. ദേശീയ റെക്കോർഡ് ജേതാവും ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ ജേതാവുമായ മലയാളി അത്ലറ്റ് ജിൻസൺ ജോൺസൺ വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2018 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ 3 മിനിറ്റ് 44.72 സെക്കൻഡിൽ 1500 മീറ്റർ സ്വർണം നേടിയാണ് 34-കാരനായ ജിൻസൺ ജോൺസന്റെ ഏറ്റവും മികച്ച പ്രകടനം. അതേ ഗെയിംസിൽ 800 മീറ്ററിലും അദ്ദേഹം വെള്ളി നേടിയിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോട്ടയം, എറണാകുളം ജില്ലകളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിലേക്കും ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിന്റെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്തു നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.newsonair.gov.in, prasarbharati.gov.in/pb vacancies എന്നിവ സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 31. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ വിരമിക്കുമ്പോൾ അവർ അടച്ച അംശാദായം തിരികെ നൽകുന്ന സുപ്രധാന പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകിയതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ബോർഡ് അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികൾ വിരമിക്കുമ്പോൾ പെൻഷൻ ഒഴികെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാത്ത സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. 2025 നവംബർ 30 വരെ ലഭിച്ച അപേക്ഷകൾ പ്രകാരം 67,440 പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം സന്ദർശിക്കും. സോമനാഥ് സ്വാഭിമാൻ പർവിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളും മാനവരാശിക്ക് ഒന്നാകെ പ്രയോജനം ചെയ്യുന്നതായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ലഭ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി GR അനിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് സമ്പൂർണ്ണ വിജയം. 3ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ 233 റൺസിന് പരാജയപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.